അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് വിവാഹവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാമോ? സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മക്ക് ജനിച്ച മക്കൾ അല്ലെങ്കിൽ ഒരു വാപ്പാക്ക് ജനിച്ച മക്കൾ എന്നർത്ഥത്തിലല്ല, കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ വലിയൊരു കുടുംബമാവാം, ഒരുപാട് അംഗബലമുള്ള കുടുംബമാവാം. അപ്പോൾ അതിൽ അധികം അകന്നതല്ലാത്ത ബന്ധം എന്നാൽ രക്തബന്ധവുമല്ല, അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ വ്യാപകമായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു സംശയമാണ്. വിശുദ്ധ ഖുർആൻ വിവാഹം കഴിക്കാൻ പറ്റാത്ത സ്ത്രീകളെക്കുറിച്ച്, വിവാഹബന്ധം നിഷിദ്ധമാക്കിയവരെക്കുറിച്ച് പറയുന്നത് സൂറത്തു നിസാഇന്റെ 23-ാമത്തെ വചനത്തിലാണ്. അവിടെ 14ഓളം വിഭാഗത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഖുർആന്റെ വചനം ഇങ്ങനെയാണ്: അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും വ അഖ്വാത്തുക്കും വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും, സഹോദരിമാരെയും മാമിമാരെയും അമ്മായിമാരെയും അതേപോലെ പെൺകുട്ടികളെയും ഉമ്മമാരെയും വിവാഹം കഴിക്കുന്നതിനെ തൊട്ട് വിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങി ഒരു 14 വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. ഒന്ന്, ഉമ്മയാണ്. സ്വന്തം ഉമ്മയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഉമ്മുമ്മയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വാപ്പുമ്മയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. രണ്ടാമത്തത് മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. സ്വന്തം മകളാവാം, അതേപോലെ തന്നെ പൗത്രിയാവാം, കൊച്ചുമകളാവാം, ഇവരെയൊന്നും വിവാഹം കഴിക്കാൻ പറ്റില്ല. സ്വന്തം സഹോദരിയാവാം, അതേപോലെ തന്നെ മാതാവിലുണ്ടായ സഹോദരിയാവാം, അല്ലെങ്കിൽ പിതാവിലുണ്ടായ സഹോദരിയാവാം, ഇവർ വിവാഹം കഴിക്കാൻ പറ്റില്ല. അമ്മായി, അതായത് വാപ്പയുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മാമി, അതായത് അമ്മയുടെ സഹോദരി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതായത് അമ്മായിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഖാൽ എന്ന് പറഞ്ഞാൽ മാമി വിവാഹം കഴിക്കാൻ പറ്റില്ല. സഹോദരൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. സ്വന്തം സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. പിന്നെ വളർത്തുമ്മ, മുലപ്പാൽ നൽകി വളർത്തിയ ഉമ്മയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. മുലപ്പാൽ നൽകിയ ഉമ്മയുടെ മകളെയും വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭാര്യയുടെ മാതാവ്, അമ്മായിയമ്മ എന്ന് പറയും പോലെ ഭാര്യയുടെ മാതാവിന് വിവാഹം കഴിക്കാൻ പറ്റില്ല. വളർത്തുമകൾ, അതായത് ഭാര്യയ്ക്ക് മുൻഭർത്താവിനുണ്ടായ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മരുമകളെ, അതായത് മകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഒരേ സമയം 2 സഹോദരിമാരെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടായ സഹോദരിമാരെ ഒരേ സമയം ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതേപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അന്യപുരുഷൻ്റെ ഭാര്യയെ അവൻ തൊലാക്ക് ചെല്ലാതെ അല്ലെങ്കിൽ അവൻ മരണപ്പെട്ട് ആ ഇദ്ദ കഴിയാതെ വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ 14ഓളം വിഭാഗങ്ങളാണ് വിവാഹബന്ധത്തിന് പാടില്ലാത്തവരായി പറയുന്നത്. എന്നാൽ ബാക്കിയെല്ലാം അനുവദനീയമായ വിവാഹങ്ങളാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വാസം, അതായത് ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന ഖുർആനിൻ്റെ കൽപ്പന അവിടെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഇവിടെ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മാമാടെ മകൾ അല്ലെങ്കിൽ മാമാടെ മകൻ ഇവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അമ്മായിയുടെ മകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മായിയുടെ മകനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? പിന്നെ മാമിയുടെ മകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മായിയുടെ മകളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? മകനെ വിവാഹം കഴിക്കാൻ പറ്റുമോ? ഈ രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതായത് നേരത്തെ പറയപ്പെട്ട 14 വിഭാഗങ്ങൾ ഇതുവർ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങൾ അനുവദനീയമാണ്. എന്നാൽ നേരത്തെ പറയപ്പെട്ട ഉമ്മ തുടങ്ങി അന്യപുരുഷൻ്റെ ഭാര്യ വരെ അവസാനിക്കുന്ന ഈ 14 ബന്ധങ്ങൾ അത് പാടില്ല, ഹറാമാണ്. പക്ഷേ ഇതല്ലാത്ത ബന്ധങ്ങൾ ഒക്കെ അനുവദനീയമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസ രംഗത്തെ പൊരുത്തമുണ്ടാവണം, ഒരേ വിശ്വാസത്തിൽപ്പെട്ടവരാവണം. അഥവാ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കണം എന്നതാണ് ഇവിടെ നമുക്ക് ഈ ചർച്ചയിൽ ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.